പ്രൈസ് ദി ലോർഡ്. ക്രിസ്തയേശുവിന്റെ പരിശുദ്ധ നാമത്തിനു മഹത്വം. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ എല്ലാ ക്രിസ്തു വിശ്വാസികൾക്കും സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയരെ, ഈ ലോകത്തിൽ നമ്മുടെ വ്യക്തിപരമായ അനുഭവങ്ങളിൽ നിന്നും പിന്നെ അനേകം ദൈവമക്കളുടെ സാക്ഷ്യങ്ങളിൽ നിന്നും വിശ്വാസയോഗ്യവും സംശയാരഹിതവുമായി മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്, ദൈവത്തിൽ നിന്ന് വാഗ്ദത്തം പ്രാപിച്ചവരും മറ്റുള്ള ജനങ്ങൾ കടന്നു പോകുന്നത് പോലുള്ള സങ്കീർണമായ പ്രശ്നങ്ങളിലൂടെയും മരണനിഴലിന്റെ താഴ്വരയിലൂടെയും കടന്നു പോകുന്നുവെന്നത്. പക്ഷെ വളരെ വ്യക്തവും സത്യവുമായ മറ്റൊരു കാര്യമാണ്, അവരുടെ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിലും കർത്താവ് അവരെ കൈവിടുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്രകാരം ഒരു ജീവിത പ്രതിസന്ധിയാണ് അബ്രഹാമിന്റെ ഭാര്യ സാറായിയുടെ ദാസിയായ ഹാഗാറിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ശക്തമായ ഒരു അതിജീവനത്തിന്റെ കഥയാണ് അവളുടേത്. ഹാഗാർ, അവൾ തിരസ്കരിക്കപ്പെട്ടവൾ എങ്കിലും കൈവിടപ്പെടാത്തവൾ, ജീവിതത്തിൽ അടിമയായി വിൽക്കപ്പെട്ടവൾ, മാതാപിതാക്കളാലും കുടുംബത്താലും ദേശത്താലും യജമാനത്തിയാലും സമ്പന്നനായ ഭർത്താവിനാലും തിരസ്കരിക്കപ്പെട്ടവൾ. അവൾക്ക് ഈ ലോകം അടിമത്വ ജീവിതം നൽകി, കുടുംബം നിഷേധിച്ചു. ഒരിക്കലും ഈ ലോകം അവൾക്ക് നൽകാത്ത സംഗതികൾ ലോകം അവളിൽ നിന്നും പ്രതീക്ഷിച്ചു. അവസാനം ഈ ലോകം അവൾക്ക് ആഹാരവും വെള്ളവും ഷെൽട്ടറും നിഷേധിച്ചു. അത് മുഖാന്തരം മരണനിഴലിന്റെ താഴ്വരയിൽ എത്തിച്ചേർന്ന അവളുടെയും പുത്രന്റെയും നിലവിളിയുടെ ശബ്ദം സ്വർഗത്തിലെ ദൈവം കേട്ടു. ദൈവം മാത്രം രക്ഷകനായ മരുഭൂമിയിലെ സ്ത്രീ ഹാഗാർ. എന്നാൽ ദൈവം അവളെയും അവളുടെ വംശത്തെയും ഈ ലോകത്തിൽ ആർക്കും നശിപ്പിക്കുവാൻ കഴിയാതെ വണ്ണം അനുഗ്രഹിച്ചുയർത്തി. ലോകത്തിന്റെ ബന്ധത്തിൽ നിന്നും ഒരു അവകാശവും ലഭ്യമാകാതെ ദൈവത്തിന്റെ മാത്രം സഹായത്താൽ ഉയർന്നു വന്ന് ഒരു വലിയ ജാതിയായി തീർന്നു. കാരുണ്യവനായ ദൈവം അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ യേശുവിലൂടെയുള്ള അനുഗ്രഹവും രക്ഷയും വീണ്ടെടുപ്പും അവർക്കായി നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു. അവരും ദൈവരാജ്യത്തിന്റെ അവകാശിയായി തീരുവാൻ ആഗ്രഹിച്ചാൽ തള്ളിക്കളയുകയോ നിഷേധിക്കുകയോ ചെയ്യുന്നില്ല. ആമേൻ, ഹല്ലേലൂയ. ഒന്നാമതായി, അബ്രഹാം തന്റെ ഭാര്യയായ സാറായിയുടെ ആവശ്യപ്രകാരം തന്റെ പുത്രനായ ഇസ്മായേലിനെയും സാറായിയുടെ ദാസിയായ ഹാഗാറിനെയും ഒരു ദിവസത്തെ മാത്രം ഭക്ഷണം നൽകി അയച്ചു കളഞ്ഞത് എന്ത് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏക ഉത്തരമാണ്, അബ്രഹാമിന് തന്റെ സ്നേഹിതനായ ദൈവത്തിൽ അചഞ്ചലമായ വിശ്വാസവും ആശ്രയവും ഉണ്ടായിരുന്നു എന്നത്. തന്റെ മകൻ മുഖാന്തിരം വ്യാകുലനായി തീർന്ന അബ്രഹാമിനോട് ദൈവമായ കർത്താവ് പറഞ്ഞു, ബാലന്റെ നിമിത്തവും ദാസിയുടെ നിമിത്തവും നിനക്ക് അനിഷ്ടം തോന്നരുത്. ദാസിയുടെ മകനെയും ഞാൻ ഒരു ജാതിയാക്കും, അവൻ നിന്റെ സന്തതിയല്ലോ. സർവശക്തനായ ദൈവത്തിന്റെ ഈ വാഗ്ദത്വത്തിൽ സംശയരഹിതമായി അബ്രഹാം വിശ്വസിച്ചതിനാൽ അദ്ദേഹം അവരെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് മറ്റു പുത്രന്മാർക്ക് നൽകിയതുപോലുള്ള ദാനങ്ങൾ പോലും നൽകാതെ അയച്ചു കളഞ്ഞു. എന്നാൽ ദൈവം ഇസ്മായേലിനായി അബ്രഹാമിന് നൽകിയ വാഗ്ദത്വത്തിൽ വിശ്വസ്തനായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. രണ്ടാമതായി, എന്തുകൊണ്ട് ഹാഗറിന്റെ വിഷയത്തിൽ ദൈവം സാറായിയുടെ പക്ഷത്തായിരുന്നു എന്ന് ചിന്തിക്കാം. ഒന്നാമതായി, ഇസഹാക്കിൽ നിന്നുള്ളവരല്ലോ നിന്റെ സാക്ഷാൽ സന്തതി എന്ന് വിളിക്കപ്പെടുന്നത് എന്ന് ഉൽപ്പത്തിയുടെ പുസ്തകം 21:12 പറയുന്നു. അബ്രഹാമിന്റെ വംശം സാറായിലൂടെ ആയിരിക്കണമെന്ന ദൈവിക പദ്ധതിയുടെ ഭാഗമായി ദൈവം സാറായിയുടെ പക്ഷത്തായിരുന്നു. രണ്ടാമതായി, ഞാൻ നിന്റെ ബഹുജാതികൾക്ക് പിതാവാക്കും എന്നുള്ള അബ്രഹാമിന് ദൈവം നൽകിയ വാഗ്ദത്ത നിവർത്തീകരണത്തിനായും ഇസ്മായേലിനെ സ്വതന്ത്രമായ വലിയൊരു ജാതിയാക്കി തീർക്കുവാനായും ഇസ്മായേലിനെ ആ കുടുംബത്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന് ഈ ലോകത്തിൽ അനുഗ്രഹിച്ച് വാഗ്ദത്വം നിവർത്തിച്ചു. മൂന്നാമതായി, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 21:1 പറയുന്നു, ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു, ഒപ്പം ഇസ്മായേലിന്റെ വംശവും. എന്നാൽ സർവ്വ ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ആ ദുഷ്ടന്റെ അടിമത്വത്തിൽ നിന്നും സർവ്വ ഭൂനിവാസികളെയും വിടുവിക്കുവാനുള്ള ദൈവിക പദ്ധതിയിൽ ഭാഗമാകുവാനായി ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്തു, ഉടമ്പടി ചെയ്തു. അതിൻ പ്രകാരം സാറായിലൂടെ അബ്രഹാമിന് ജനിച്ച ഇസഹാക്കിന്റെ വംശത്തെ ലോകത്തിന്റെ നിയമത്തിൽ നിന്നും അടിമത്വത്തിൽ നിന്നും സ്വതന്ത്രരാക്കി ദൈവത്തിന്റെ നീതിയുടെയും ധാർമ്മികതയുടെയും നിയമത്തിന്റെ കീഴിൽ കൊണ്ടുവരുവാൻ ദൈവമായ കർത്താവ് തീരുമാനിച്ചിരുന്നതിനാൽ ഇസഹാക്കിന്റെ വംശത്തിൽ യേശുവിനെ അയച്ച് പാപത്തിന്റെയും ശാപത്തിന്റെയും അടിമത്വത്തിൽ നിന്ന് സകല മാനവ ജനതയ്ക്കു ഒപ്പം ഹാഗാറിന്റെ ഇസ്മായേലിന്റെ വംശത്തെ എന്നേക്കുമായി വീണ്ടെടുക്കുന്നതിനുമായുള്ള ദൈവിക പദ്ധതിയുടെ ഭാഗമായി ദൈവം സാറായോടൊപ്പം നിന്നു. ആമേൻ, ഹല്ലേലൂയ.
പഴയ അടിമത്വത്തിൽ നിന്ന് സ്വതന്ത്രരാകുവാൻ ആഗ്രഹിക്കുന്ന നിത്യരക്ഷകനായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് വീണ്ടും ജനനം പ്രാപിച്ച എല്ലാ പേർക്കും ദൈവ മക്കളാകുവാനുള്ള അധികാരവും സ്വാതന്ത്ര്യവും നൽകിയിരിക്കുന്നു. ആമേൻ. നാലാമതായി ഉൽപ്പത്തിയുടെ പുസ്തകം 21:10 സാറ അബ്രഹാമിനോട്, ഈ ദാസിയുടെ മകൻ എന്റെ മകൻ ഇസഹാക്കിനോടുകൂടെ അവകാശിയാകരുത് എന്ന് പറഞ്ഞു. എന്നാൽ ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ മകനോടുകൂടെ അവകാശി ആകയില്ല എന്ന് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4:30 അപ്പോസ്തലനായ പൗലോസ് സഭയോടും പറയുന്നു. എന്ന് വെച്ചാൽ പാപത്തിന്റെ അടിമത്വത്തിലായിരിക്കുന്നവരും പാപത്തിന്റെ അടിമത്വത്തിൽ നിന്നും ക്രിസ്തയേശുവിൽ സ്വാതന്ത്ര്യം പ്രാപിച്ചവരും ഒരുമിച്ച് ദൈവരാജ്യത്തിന്റെ അവകാശിയാകുകയില്ല എന്നതിനാൽ ദൈവം സാറായോടൊപ്പം നിന്നു. ആമേൻ. ഹല്ലേലൂയ. മൂന്നാമതായി ബർശേബ മരുഭൂമിയിൽ അലഞ്ഞു തിരിയുന്ന ഹാഗാറെ കുറിച്ച് ചിന്തിക്കാം. ഈജിപ്തിൽ നിന്ന് സാറായിയുടെ ദാസിയായി വിൽക്കപ്പെട്ട ഹാഗാർ തന്റെ ജീവിതം തന്റെ യജമാനത്തിക്ക് സമർപ്പിച്ചു. അവൾക്ക് തന്റെ യജമാനത്തിയിൽ വിശ്വാസവും ഉണ്ടായിരുന്നു. എന്നാൽ അവളുടെ ജീവിതത്തിന്റെ മധ്യത്തിൽ അവളുടെ യജമാനത്തി അവളെ അവരുടെ ജീവിതത്തിൽ നിന്നും നിരസിച്ചു. പെട്ടെന്നുള്ള ഈ ദുരന്തം അവളുടെ ജീവിതത്തെ ഇരുട്ടിലേക്ക് തള്ളിവിട്ടു. എവിടേക്ക് പോകണമെന്നറിയാതെ അവൾ ലക്ഷ്യമില്ലാത്തവളായി ബർശേബ മരുഭൂമിയിൽ അലഞ്ഞു നടന്നു. ഒരു അഭയസ്ഥാനമോ ജലസ്രോതസ്സോ അവൾക്ക് കണ്ടെത്തുവാനായില്ല. നിരാശ, ലക്ഷ്യമില്ലായ്മ, ഉപേക്ഷിക്കപ്പെട്ടതിലുള്ള കോപവും നെഗറ്റീവ് ചിന്തകളും അവളുടെ ഹൃദയത്തെ ഇരുട്ടിലേക്ക് തള്ളിവിട്ടിരുന്നു. അവൾക്ക് ഒന്നും മനസ്സിലായില്ല. എങ്ങോട്ട് പോകണം, എന്തു ചെയ്യണം എന്നുള്ള യാതൊരു വ്യക്തതയും അവൾക്കുണ്ടായിരുന്നില്ല. അങ്ങനെ അവളുടെ സകല ശക്തിയും ക്രമേണ നഷ്ടമായി. തന്റെ മകനെ കുറിച്ച് അവനിലൂടെ സ്വന്തം സംരക്ഷണത്തിനായി അവൾ കണ്ട സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം തകർക്കപ്പെട്ടു. ഈ ലോകത്തിൽ അബ്രഹാമിന്റെ സമ്പത്തിന്റെ അനന്തരാവകാശി എന്നുള്ള സാധ്യതയും ഇല്ലാതെയായി. ഒരുപക്ഷെ ആ മകനായി അബ്രഹാം ചെയ്തു തരുവാൻ സാധ്യതയുള്ള ജീവിത സാഹചര്യങ്ങളെ കുറിച്ചുള്ള പ്രതീക്ഷകളും അസ്തമിച്ചു. ഒരിക്കൽ തന്റെ യജമാനത്തിയുടെ അടുക്കൽ നിന്ന് ഓടിപ്പോയപ്പോൾ തന്നെ കണ്ടെത്തി അനുഗ്രഹിക്കാമെന്ന് വാഗ്ദത്തം നൽകിയ യഹോവയുടെ ദൂതന്റെ പ്രതീക്ഷയും മാഞ്ഞുപോയി. പക്ഷെ അതവൾ സമ്പൂർണമായി സറണ്ടർ ആകുന്ന നിമിഷത്തിനായി വെയിറ്റ് ചെയ്യുന്നതും അവൾ അറിഞ്ഞിരുന്നില്ല. ഒപ്പം അബ്രഹാം തന്റെ പുത്രനായി നൽകിയ ഒരു ദിവസത്തെ ആഹാരവും വെള്ളവും തീർന്നുപോയപ്പോൾ ഹാഗാറിന്റെ ഹൃദയത്തിൽ ജീവൻ നിലനിർത്തുവാനുള്ള സകല പ്രതീക്ഷകളും അസ്തമിച്ചു. അങ്ങനെ അതിജീവിക്കുവാൻ ശ്രമിച്ച് പരാജയപ്പെട്ട നിമിഷത്തിൽ അവൾ പറഞ്ഞു, എന്റെ മകന്റെ മരണം കാണുവാൻ എനിക്ക് കഴിയുകയില്ല. സകല മനുഷ്യരാലും കൈവിടപ്പെട്ട് ജീവിതത്തെക്കുറിച്ചുള്ള സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് നിരാശിതയായി തീർന്നുപോയ ഒരു സ്ത്രീയുടെ വിലാപ വാക്കുകളാണിത്. അവളുടെ ഹൃദയത്തിലെ വേദന അളക്കുവാൻ കഴിയുകയില്ല. എന്നാൽ ഇനി ഒന്നും പ്രതീക്ഷിക്കുവാനില്ല. സകല വഴികളും അടഞ്ഞ് അവൾ ശൂന്യമാക്കപ്പെട്ട ആ നിമിഷത്തിൽ ദൈവത്തിന് അവളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനുള്ള വഴിയും തുറന്നു കഴിഞ്ഞിരുന്നു. കാരണം ഇത് ദൈവത്തിന്റെ സ്വഭാവമാണ്. എന്തെന്നാൽ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 147:3 പറയുന്നു, മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ബർശേബ മരുഭൂമിയിൽ വെള്ളത്തിനായും അഭയത്തിനായും ഉഴന്നു നടന്ന ഹാഗാറിന്റെ സകല പ്രതീക്ഷയുമായിരുന്ന മകൻ തളർന്നു വീണപ്പോൾ അവളിലെ ഉള്ളിലെ നിന്ദയുടെയും പരിഹാസത്തിന്റെയും സകല വേരുകളും ലോകത്തിന്റെ സകല പ്രതീക്ഷകളും അസ്തമിച്ചു പോയ നിമിഷത്തിൽ, പാപത്തിന്റെ അടിമത്വത്തിൽ നിന്ന് അവൾ സ്വതന്ത്രമായി തീർന്ന നിമിഷം, സകല ബന്ധനങ്ങളും അവളിൽ നിന്ന് അകന്നുപോയ നിമിഷത്തിൽ, ആത്മാവിൽ പൂർണ്ണമായും ദരിദ്രയായി തീർന്നു പോയ നിമിഷത്തിൽ അവൾ കുഞ്ഞിന്റെ മരണം കാണുവാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് കുഞ്ഞിനെ തണലിൽ ഉപേക്ഷിച്ച് ദൂരെ മാറിയിരുന്ന് ഉറക്കെ കരഞ്ഞു. എന്നാൽ ഇസ്മായേലിനെ എല്ലാ ഉത്തരവാദിത്വങ്ങളോടും കൂടെ പരിപാലിച്ചിരുന്ന ഹാഗാർ പിന്നോട്ട് പോയപ്പോൾ ഇസ്മായേലിന്റെ കരച്ചിലിന്റെ ശബ്ദം ദൈവം കേട്ടു. ദൈവത്തിന്റെ വാഗ്ദത്വം അവരുടെ ജീവിതത്തിന്റെയും മരണത്തിന്റെയും മധ്യത്തിൽ വച്ച് ദൈവസന്നിധിയിൽ ഓർക്കപ്പെട്ടു. ആമേൻ, ഹല്ലേലൂയ. ആ നിമിഷത്തിൽ തന്നെ ദൈവത്തിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഹാഗാറിനെ വിളിച്ചു പറഞ്ഞു, ഹാഗാറെ, നിനക്ക് എന്ത്? നീ ഭയപ്പെടേണ്ട. ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കും എന്നും അരുളി ചെയ്യുകയും ചെയ്തതിനോടൊപ്പം തന്നെ
ദൈവം ഹാഗാറിന്റെ കണ്ണുകളെ തുറന്നു. അവൾ ഒരു നീരുറവ കണ്ടു. അങ്ങനെ അവൾ പോയി ഒരു സഞ്ചിയിൽ വെള്ളം നിറച്ച് തന്റെ പുത്രന് കുടിക്കുവാൻ കൊടുത്തു. ഇസ്മായേലിനോടൊപ്പം അവന്റെ പിതാവിന്റെ സമ്പത്തോ സ്നേഹമോ സുരക്ഷിതത്വമോ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഉൽപ്പത്തിയുടെ പുസ്തകം 21:20 പറയുന്നു, ദൈവം ബാലനോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ പാരാൻ മരുഭൂമിയിൽ വളർന്ന് ഒരു വില്ലാളിയായി. അവന്റെ അമ്മ ഈജിപ്തിൽ നിന്ന് അവന് വേണ്ടി ഒരു സ്ത്രീയെ കൊണ്ടുവന്നു. അവനായി അവന്റെ പിതാവിനും മാതാവിനും യഹോവയായ ദൈവം നൽകിയ വാഗ്ദത്വം നിവർത്തിക്കപ്പെട്ടു. ആമേൻ. അതേ പ്രിയമുള്ളവരെ, ദൈവം തന്റെ വാഗ്ദത്വം ഒരിക്കലും ക്യാൻസൽ ചെയ്യുകയോ മറക്കുകയോ ചെയ്യുന്നില്ല. ഇസ്മായേലിനെ ഒരു വലിയ ജനതയാക്കുമെന്ന് ദൈവം അബ്രഹാമിനും ഹാഗാറിനും വാഗ്ദാനം ചെയ്തിരുന്നു. ആയതിനാൽ അവരുടെ നിലവിളിയുടെ ശബ്ദം കർത്താവിന്റെ അടുക്കൽ എത്തി. ആയതിനാൽ സ്നേഹിതരെ, ദൈവം ഏതെങ്കിലും തരത്തിലുള്ള ഉടമ്പടി നമ്മോട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹൃദയത്തിൽ നിന്ന് ആത്മാവിലേക്ക് ഒരു ദൈവിക വാഗ്ദത്ത വചനം ഇറങ്ങി വന്നിട്ടുണ്ട് എങ്കിൽ നിശ്ചയമായും നമ്മുടെ എല്ലാ സാഹചര്യങ്ങളെയും കർത്താവ് എപ്പോഴും ശ്രദ്ധിക്കുന്നു. കർത്താവിന്റെ ആത്മാവ് നമ്മോട് ആ വാഗ്ദത്ത വചനത്തിലൂടെ സംവേദനാക്ഷമതയുള്ളവനായി തുടരുന്നു. അമേൻ, അമേൻ, ഹല്ലേലൂയ. ദൈവിക വാഗ്ദത്ത വചനത്തോടൊപ്പം തന്നെ പ്രധാനമായ മറ്റൊരു കാര്യമാണ്, ദൈവത്തിന്റെ രക്ഷണ്യ പ്രവർത്തനങ്ങൾക്കായി വിളിക്കപ്പെട്ടവർ അത് നിരസിച്ചുകൊണ്ട് സ്വയം യാത്ര ചെയ്യുമ്പോൾ സംഭവിക്കുന്നതും. ദൈവകൽപ്പന ലംഘിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോയ യോന പ്രവാചകൻ അഗാധമായ സമുദ്രത്തിൽ ജലജന്തുവിന്റെ ഉള്ളിലാക്കപ്പെട്ടുപോയി. എന്നാൽ തന്റെ അവസാന ബോധവും മറഞ്ഞു തുടങ്ങിയപ്പോൾ ജീവിതത്തിന്റെയും മരണത്തിന്റെയും മധ്യത്തിലെ ചെറിയൊരു സമയപരിധിയിൽ അശൂർ രാജാക്കന്മാരെ കുറിച്ചുള്ള വെറുപ്പും വിദ്വേഷവും അവരാൽ ഇസ്രായേൽ സഹിച്ച കഷ്ടതയുടെയും സങ്കടങ്ങളുടെയും വളരെ വളരെ കയ്പ് നിറഞ്ഞ അനുഭവങ്ങളും ഓർമ്മകളും അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്നും മാഞ്ഞു പോയപ്പോൾ അദ്ദേഹം പറയുന്നു, തന്റെ കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചു. അവൻ എനിക്ക് ഉത്തരമരുളി. ഞാൻ പാതാളത്തിന്റെ വയറ്റിൽ നിന്നും അയം വിളിച്ചു. നീ എന്റെ നിലവിളി കേട്ടു. അതിനാൽ പ്രിയമുള്ളവരെ, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 51:17 പറയുന്നു, ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു നുറുങ്ങിയുമിരിക്കുന്ന ഹൃദയത്തെ ദൈവം നിരസിക്കയില്ല. അമേൻ. പാപങ്ങളും ലോകബന്ധനങ്ങളും അന്യായം സഹിച്ച ഹൃദയത്തിന്റെ കയ്പും ക്ഷമാരഹിതമായ സ്ഥിതിയും തകർന്ന് മാറിപ്പോകുന്ന അവസ്ഥയാണിത്. അങ്ങനെ തകർന്ന ആത്മാവ് ദൈവത്തിന് സ്വീകാര്യമായ ഒരു യാഗമാണ്. അമേൻ, അമേൻ, ഹല്ലേലൂയ. ഹാഗാർ മരുഭൂമിയിലൂടെ അലഞ്ഞു നടക്കുമ്പോൾ അവളുടെ സമീപത്ത് തന്നെ ഒരു നീരുറവ ഉണ്ടായിരുന്നു. എങ്കിലും അവളുടെ ഹൃദയത്തെ മൂടിയിരുന്ന അന്ധകാരത്തിനാൽ അത് അവൾക്ക് കാണുവാൻ കഴിഞ്ഞില്ല. ആയതിനാൽ പ്രിയമുള്ളവരെ, ദൈവിക അനുഗ്രഹങ്ങൾ, വാഗ്ദത്ത നിവൃത്തീകരണത്തിന്റെ ദൈവകരം നമ്മുടെ ലോകത്തിലെ സകല ആശകളും തകരുമ്പോൾ, മനുഷ്യരിലെയും സ്വയത്തിലെയും ധനത്തിലെയും വരദാനങ്ങളിലെയും മറ്റു ഉപലബ്ധികളിലുമുള്ള സകല സാധ്യതകളും അസ്തമിച്ചു പോകുമ്പോൾ, ആശ്രയം, പ്രതീക്ഷ എല്ലാം തകരുമ്പോൾ, ഒപ്പം നമ്മുടെ ഹൃദയത്തിലെ സകല പാപത്തിന്റെയും ലോകജ്ഞാനത്തിന്റെയും സ്നേഹ, ശത്രു, വിജയ, പരാജയ, വിദ്വേഷങ്ങളുടെ സകല ബന്ധനങ്ങളും ഹൃദയം തകർന്ന് കണ്ണുനീരായി വിട്ടൊഴിഞ്ഞ് നാം ആത്മാവിൽ ദരിദ്രരായി തീരുന്ന നിമിഷങ്ങളിൽ, നമ്മിലെ പാപത്തിന് മരണം സംഭവിക്കുന്ന നിമിഷത്തിൽ നാം ദൈവമുഖത്തേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ മുൻപിൽ അടഞ്ഞിരിക്കുന്ന സ്വർഗവാതിലുകൾ നമുക്കായി തുറന്നു വരും. കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ ദിവ്യ ബലിയിലൂടെ പിതാവായ ദൈവം പഴയ നിയമ വിശുദ്ധന്മാർക്കായി തുറന്നുകൊടുത്ത, നമുക്കായി തുറന്നു കഴിഞ്ഞിരിക്കുന്ന ജീവജല നദി നമുക്ക് കാണുവാനായി നമ്മുടെ ആത്മീക ദൃഷ്ടികൾ പ്രകാശിപ്പിക്കുന്നു. അമേൻ, ഹല്ലേലൂയ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 4:14 യേശു പറഞ്ഞു, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും. അതേ പ്രിയമുള്ളവരെ, യേശു നമുക്ക് തരുന്ന ജീവജലം നമ്മുടെ ആത്മാവിലേക്ക് പകരപ്പെടുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ സൂചിപ്പിക്കുന്നു. അമേൻ, ഹല്ലേലൂയ. അതിലൂടെ ഒരു പുതിയ സമാധാനത്തിന്റെ രാജ്യത്തിലായി ആത്മാവിൽ ദൈവാത്മാവിനാൽ പുനർജനിക്കുന്നു. അമേൻ. ആയതിനാൽ മരുഭൂമിയിൽ ജീവജലത്തിന്റെ സ്രോതസ്സിലേക്ക് ഹാഗാറിന്റെ കണ്ണുകളെ തുറന്ന ദൈവം നമ്മുടെ നിത്യജീവനായി, ദൈവമായ കർത്താവ് കാൽവരിയിൽ തുറന്ന ജീവജലത്തിന്റെ സ്രോതസ് കാണുവാനായി ഇന്ന് ദൂരസ്ഥരായിരിക്കുന്ന എല്ലാ പേരുടെയും ആത്മീക ദൃഷ്ടികളെ പരിശുദ്ധാത്മാവാൻ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷ സാക്ഷ്യത്തിലൂടെ പ്രകാശിപ്പിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ആമേൻ.